ഹായ്, മെറിഗോ റൗണ്ടിൻ്റെ ഒരു പെസഹ വീഡിയോയിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്, ലോങ് വീഡിയോ ചെയ്തിട്ട്. ഷോർട്സ് ഇടാറുണ്ടെങ്കിലും ലോങ് വീഡിയോ ചെയ്യാനായിട്ടൊരു ചെറിയ അലസതയുണ്ട്. ഇപ്പം പിള്ളേർ ഇവിടെ കാനഡയിൽ അവർ പെസഹ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണം, വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. നമ്മൾ ഓർക്കും ന്യൂജൻ തലമുറ നാടുവിട്ട് ഈ മറുനാടുകളിലൊക്കെ വന്ന് ചേക്കേറുമ്പോൾ അവരുടെ പാരമ്പര്യങ്ങളൊക്കെ അവർ കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, അതൊന്നും കൈമോശം വരാതെ അവർ അതെല്ലാം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് വളരെ ആദരവ് തോന്നും. ഈ വർഷം ഇവിടെ ഈ പിള്ളേർ കുറേ കുട്ടികളുണ്ട്. ഇവർ പെസഹായ്ക്ക് അപ്പം പുഴുങ്ങുകയും പാലുണ്ടാക്കുകയും എല്ലാവരും പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുകയും ഒരുമിച്ച് അപ്പവും പാലും ഒക്കെ കഴിക്കുന്നത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഉച്ചയോടുകൂടി തന്നെ പിള്ളേർ ഇതിൻ്റെ പരിപാടികൾ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ രാവിലെ തുടങ്ങി. രാവിലെ കടയിൽ പോയി വാഴയിലയും മറ്റ് അവശ്യ സാധനങ്ങളൊക്കെ വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് പറഞ്ഞതുപോലെ 1 കിലോ പുട്ടുപൊടി എടുത്തു. അതിലേക്ക് കുറച്ച് ചുമന്നുള്ളിയും ജീരകവും അതിൽ വെളുത്തുള്ളിയും കൂടെ നല്ല മയത്തിൽ അരച്ചെടുത്ത്, എന്നിട്ട് ഈ അരിപ്പൊടിയിലേക്ക്, അതായത് പുട്ടുപൊടിയിലേക്ക് അല്പം അരിപ്പൊടി, ഇങ്ങനെ നൈസായ പൊടിയും കൂടെ ചേർത്തിട്ട് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്തു. അതിന് മുമ്പായിട്ട് കുറച്ച് ഉഴുന്ന്, ഒരു 2-3 സ്പൂൺ ഉഴുന്ന് വറുത്ത് അതും പൊടിച്ചു. അപ്പോൾ ഇതിലേക്ക്, അതായത് ഈ അരിപ്പൊടിയിലേക്ക് ആ ഉഴുന്ന് പൊടിച്ചതേക്കൂട്ട് ഒരു 2-3 സ്പൂൺ അതും ചേർത്തു. എന്നിട്ട് എല്ലാം വളരെ സാവധാനവും വൃത്തിയായിട്ടുമാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് തന്നെ അടുക്കള എല്ലാം നല്ല ക്ലീൻ ചെയ്ത് പിള്ളേർ കുളിച്ച് നല്ല വൃത്തിയായിട്ടാണ് ഇതൊക്കെ ചെയ്തത്. പണ്ട് ആചാരപ്രകാരം നമ്മുടെ നാട്ടിലും അങ്ങനെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത്. വീടൊക്കെ ഒരുപാട് പഴയ കാലത്ത് വീടൊക്കെ മെഴുകിയും, പിന്നീട് കുറേ കൂടെ മുന്നോട്ട് വന്നപ്പം എല്ലാവരും വീടൊക്കെ നല്ല കഴുകിയും തുടച്ചുമൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്ത ശേഷം മാത്രമേ ഇത്തരം വിശുദ്ധമായ വസ്തുക്കൾ ഉണ്ടാക്കുമായിരുന്നുള്ളൂ. വളരെ വിശുദ്ധമായിട്ടാണ് നമ്മൾ കരുതിപ്പോരുന്നത് കഴിഞ്ഞ തലമുറ. അതുപോലെ തന്നെയാണ് പുതിയ തലമുറയെ അങ്ങനെ തന്നെ ഇത് കാണിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാവും. എന്നിട്ട് ഇതിലേക്ക്, ഈ അരിപ്പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഇപ്പോൾ 1 കിലോ പുട്ടുപൊടി എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 3/4 കിലോയ്ക്ക് മാത്രം തേങ്ങ ചിരകിയത് കൂടി ചേർക്കണം. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. ഇവിടെ തേങ്ങയൊക്കെ നാട്ടിൽ നിന്ന് വരുന്നതും ശ്രീലങ്കയിൽ നിന്ന് വരുന്നതൊക്കെയുള്ള തേങ്ങയുണ്ട്, ഇങ്ങനെ ചിരകി നല്ല റെഡിയായിട്ട് വരുന്നതാണ്. നമുക്ക് അതുകൊണ്ട് അങ്ങനെ സമയലാഭമുണ്ട്. നാട്ടിലാണെങ്കിൽ തേങ്ങയൊക്കെ പൊതിച്ച് ചിരകി വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി താമസം എടുക്കും. ഒത്തിരി എന്താ പറയുക, ടയർസമായിട്ടുള്ള ഒരു കാര്യമാണ് പെസഹായ്ക്ക് ഇണ്ടറി പുഴുങ്ങുകയും കുരിശപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അത് നാട്ടിലാണെങ്കിൽ അതൊരു എനിക്ക് തോന്നുന്നു അവിടെയും പുരുഷന്മാരാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. അതായത് പെസഹായ്ക്കുള്ള പാലുണ്ടാക്കുക, ഇണ്ടറി ഉണ്ടാക്കുക, ഇതൊക്കെയും പുരുഷന്മാരുടെ ഒരു ചുമതലയായിട്ടാണ് പഴയ കാലം മുതൽ കരുതി പോരുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെ ആൺകുട്ടികളാണ് ഇവിടെ ഇത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ സാവധാനം വേണം ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ. അത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കുറേശ്ശെ ഇങ്ങനെ കുഴച്ച് എനിക്ക് തോന്നുന്നു 1/2 മണിക്കൂർ എടുത്താണ് ഇത് കുഴച്ച് തീർത്തത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിന് അത്രയും സോഫ്റ്റായിട്ട് വേണം വരാൻ. അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലോട്ട് ഒരു 100 ഗ്രാം അഡീഷണലായിട്ട് തേങ്ങ, 100-150 ഗ്രാം കൂടെ തേങ്ങയും കൂടെ അഡീഷണൽ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പ്ലേറ്റിൽ നന്നായിട്ട് നിരത്തുന്നു. ഈ പൊടി നിരത്തുന്നു, പൊടിയല്ല മാവ് നിരത്തുന്നു. നിരത്തിയതിലേക്ക് നമ്മൾ ഓശാനയ്ക്ക് കിട്ടുന്ന, ഇവിടെയും ഓശാനയ്ക്ക് ഓലയാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഓല ഇപ്പോൾ ഒരു 5 ദിവസം ആകുന്നേ ഉള്ളൂ, 5 ദിവസം ആയില്ല, ഞായറാഴ്ച കിട്ടി. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇവിടെ ഈ ഹ്യൂമിഡിറ്റി കുറവായതുകൊണ്ട് ഓല നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓല ഉണങ്ങി. ആ ഉണങ്ങിയ ഓല കുരിശു ആകൃതിയിൽ ഈ അപ്പത്തിലേക്ക് വെച്ച ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് എന്താ പറയുക, വാഴയിലയും നിരത്തി അത് സ്റ്റീം ചെയ്യാനായിട്ട് ഒരു വശത്ത് ഒരു സ്റ്റീമറിലേക്ക് വെച്ചു. അതുപോലെ തന്നെ ആദ്യം കുഴച്ച മാവെടുത്ത് ചെറിയ ഉരുളയാക്കി
ചെറിയ ഇലകളിൽ വാഴയില ചെറുതായി കട്ട് ചെയ്ത് വാട്ടിയ ഇല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് പറഞ്ഞ പോലെ ചെറുതായിട്ട് ഒരു 10-60 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ അപ്പങ്ങളായിട്ട് ഉണ്ടാക്കി. പിന്നെ പാല്, തേങ്ങാപ്പാലും ശർക്കരയും ഏലക്ക പൊടിച്ചതും ചുക്ക് പൊടിച്ചതും പിന്നെ ജീരകം പൊടിച്ചതൊക്കെ ചേർത്ത് അത് പറഞ്ഞ പോലെ ട്രഡീഷണലായിട്ട് അതും ഉണ്ടാക്കി. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു 7 മണിയോടുകൂടി സുഹൃത്തുക്കൾ പിള്ളേരുടെ കൂട്ടുകാരൊക്കെ വന്നു. അപ്പം വീട്ടിലെ മൂത്ത മകൻ, അതായത് വീട്ടിലെ കാർന്നവരായിട്ടുള്ളത് ആ മകനാണ്. ആ മകൻ അപ്പം മുറിച്ച് എല്ലാവർക്കും അപ്പവും പാലും ആചാരപ്രകാരം തന്നെ മുറ പോലെ കൊടുത്തു. അത് ബൈബിൾ വായിച്ച ശേഷമായിരുന്നു, അക്കാര്യം പറയാൻ വിട്ടുപോയി. അതിനുശേഷം എല്ലാവർക്കും അപ്പവും പാലും കൊടുത്തു. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഈ കർമ്മത്തിൽ പങ്കുകൊണ്ടു. ഇവിടെ അടുത്തുള്ള മലയാളി കുട്ടികൾ ആണ് ഇതിനകത്ത് പങ്കെടുത്ത മലയാളി കുട്ടികളും. പിന്നെ മുതിർന്നവരെന്ന് പറയാൻ അധികം പേരില്ല, 1-2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു വിട്ട കാര്യങ്ങൾ, നമ്മുടെ ഈ കുട്ടികളുടെ ചെറുപ്പത്തിൽ അവർ കണ്ടതും കേട്ടതും ആയിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ, ആ ആചാരങ്ങൾ പിന്നെ മുറ തെറ്റാതെ ഇവരിവിടെയും തുടരുന്നത് കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരും. ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ നല്ലത് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളൊന്നും നശിച്ചു പോകത്തില്ല. പലരും പറയും പുറത്തോട്ട് പോകുന്ന പിള്ളേരൊക്കെ എന്താ പറയുക, അതൊരു കൺട്രോളും ഇല്ല, തോന്നിയ പോലെയാണ് ജീവിക്കുന്നതെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ആരും ചെയ്യുന്നില്ലെന്നല്ല, അങ്ങനെ ചെയ്യുന്ന കുട്ടികളും ഉണ്ടാകാം. പക്ഷേ നല്ല രീതിയിൽ വളർത്തപ്പെട്ട് നല്ല മാതൃകകളിലൂടെ കടന്നു വന്ന കുഞ്ഞുങ്ങൾ ഇന്നും അവർ നന്നായിട്ട് തന്നെ ആണ് ജീവിക്കുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായി പെസഹ ആയിരുന്നു ഇപ്രാവശ്യം.